ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ചാത്തന്നൂരാണ് നിൽക്കുന്നത്. ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിന്ന് ചാത്തന്നൂർ തൊട്ട് പാരിപ്പള്ളി വരെ പോവുകയാണ്. NH66 പുതിയ റോഡ് പണിയൊക്കെ ഏകദേശം പൂർത്തിയായ ഭാഗമാണ് ഈ ഭാഗം. മെയിൻ റോഡിൽ കൂടി നമ്മൾ ചാത്തന്നൂരിൽ നിന്ന് ഏകദേശം പാരിപ്പള്ളി വരെ എത്തില്ല, പാരിപ്പള്ളിക്ക് തൊട്ട് മുമ്പ് വരെ നമുക്ക് മെയിൻ റോഡിൽ കൂടെ തന്നെ പോവാം. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് ഡയലോഗ് അടിയും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് ചാത്തന്നൂരിൽ നിന്ന് അതാണ് ചാത്തന്നൂർ. നമ്മൾ ചാത്തന്നൂർ SBIയുടെ ഫ്രണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് കയറാം. ചാത്തന്നൂരിൽ നിന്ന് പാരിപ്പള്ളി വരെ ഈ റോഡ് റെഡി ആയപ്പം എത്ര പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും എന്നാണ് നമ്മൾ ഈ വീഡിയോ അത് വീഡിയോയുടെ തമ്പനയിൽ ഇതാണ്. ചാത്തന്നൂരിൽ നിന്ന് പാരിപ്പള്ളി വരെ റോഡ് പണി ഏകദേശം പൂർത്തിയായപ്പോൾ എത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താം? ഞാൻ പോകുന്നത് ഏകദേശം 35-40 കിലോമീറ്റർ. നമ്മളെ വണ്ടിക്ക് അതേ പറ്റും. വയസ്സായി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അവസാനം പെട്ടുപോയി. അവസാനം ഞാൻ ഫ്യൂസൊക്കെ ഊരി വേറെ കിട്ടു നോക്കി. എന്നിട്ട് രക്ഷയില്ല. ഫ്യൂസിൻ്റെ കംപ്ലൈൻ്റ് ഒന്നും അല്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ വണ്ടി സർവീസ് ചെയ്തത് ഈ സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റാണ്. ഇവിടെ വെള്ളം കയറി കേട്ടോ, വെള്ളം ഇറങ്ങി. ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഒന്ന് നല്ല രീതിയിൽ വീണ്ടും പോയി കണ്ടോ തിരിച്ചു വന്നു. ഇതിനകത്ത് വെള്ളം കയറിയേ. വെയിലും ഉണ്ടാലേ റെഡിയാവും. ഇത്ര നേരെ ഇരുന്ന് പണിയൊക്കെ ആയിരുന്നെന്ന് അറിയോ? പണിഞ്ഞ് വേറെ ഏതെങ്കിലും കംപ്ലൈൻ്റ് ആവോ എന്നൊരു സംശയമായിരുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു 35-40 കിലോമീറ്റർ സ്പീഡിലായിരിക്കും പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് 1-ാം ഓണത്തിൻ്റെ തലേന്നാണ് കേട്ടോ. നാളെയാണ് 1-ാം ഓണം. നമ്മൾ സൊമാറ്റോയിൽ ഈ ഓണം ഫുള്ള് 1-ാം ഓണം, 2-ാം ഓണം, 3-ാം ഓണം, 4-ാം ഓണം, 5-ാം ഓണം, 6-ാം ഓണം ഈ എല്ലാ ഡെയിലിയും വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ടൈമർ വയ്ക്കാം. മുമ്പ് ടൈമറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര മിനിറ്റ് കൊണ്ട് എത്തുന്നത് നോക്കേ. നമ്മളിപ്പം KSRTC സ്റ്റാൻഡിലേക്ക് പോകുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഷീമാട്ട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്.
വെറും 30 കിലോമീറ്ററിൻ്റെ 30-35 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. ഓട്ടോ വരെ എന്ത് സ്പീഡിലാണ്, നമ്മളത്രയും പതിയാണ് പോകുന്നത്. ഇടയ്ക്ക് അങ്ങനെ കട്ടിങ് ഉണ്ട്. അത് ഫുള്ള് താറങ്ങി കഴിയുമ്പോഴത്തേക്ക് റെഡി ആയി. ഈ ഭാഗമൊക്കെ ഈ ഇടയ്ക്കാണ് കേട്ടാ പണി പൂർത്തിയായത്. ഇവിടെ കുറച്ച് ഭാഗമുണ്ട് റോഡ് പണി പൂർത്തിയാവുക. എങ്കിലും നമുക്ക് അതേ സ്പീഡിൽ തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം കല്ലുവാതിക്കലെത്തിയിട്ടുണ്ട്. കല്ലുവാതിക്കൽ ടൗൺ പോലും അറിയാവേ. ഇവിടെ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇവിടം വരെ നമ്മൾ 6-1 ഓർഡർ ചെയ്യുന്നത്. ഇവിടെ ടോൾ പ്ലാസയുടെ പണി നടക്കുകയാണ്. ഇവിടെ 6-1 ഒക്കെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ടോൾ പ്ലാസ അതിനെ കൊണ്ടാണ്. ഇവിടെ കോൺക്രീറ്റ് വർക്കൊക്കെ ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 35-40 കിലോമീറ്റർ സ്പീഡിൽ പോയപ്പോൾ നമുക്ക് ചാത്തന്നൂരിൽ നിന്ന് പാരിപ്പള്ളി എത്താൻ 6.5 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു 50-60 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ ഒരു 3 മിനിറ്റിനുള്ളിൽ വെറുതെ ഒരു വീഡിയോ ജസ്റ്റ് ഫോർ എ രസം. ഈ ഭാഗത്തൊന്നും ഇനി പ്രത്യേകിച്ച് വീഡിയോ കാണിക്കാൻ, റോഡ് പണി വീഡിയോ കാണിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് കോൺക്രീറ്റ് ചെയ്ത ഇതാണ് കേട്ടോ. അതായത് റോഡ് പണി പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ പണി പൂർത്തിയായി കേട്ടോ. ടോൾ പ്ലാസയുടെ ഇവിടം വരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒറ്റ സ്പീഡിന് വരാൻ പറ്റുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ പാരിപ്പള്ളി മേൽപ്പാലമാണ്. മേൽപ്പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. മേൽപ്പാലത്തിൻ്റെ പണി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കൊല്ലം ബോർഡർ വരെ, തിരുവനന്തപുരം ബോർഡർ വരെ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്, ജസ്റ്റ് ഫോർ എ രസം. കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്.